16ാം കേരള നിയമസഭയുടെ അധ്യക്ഷനായി എന്നെ തെരഞ്ഞെടുത്ത ഈ മഹത്തായ സഭയോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെക്കുറിച്ച് ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എൻ്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ ഇതിനേറെ പ്രചോദനം നൽകുന്നതാണ്. ദ സ്ട്രെങ്ത് ഓഫ് ഡെമോക്രസി ലൈസ് നോട്ട് ഇൻ ദ പവർ ഓഫ് ദ മജോറിറ്റി ബട്ട് ഇൻ ദ റെസ്പെക്ട് ഓഫ് ഷോൺ ടു എവരി വോയിസ്. നിയമസഭ ജനങ്ങളുടെ പ്രതീക്ഷയുടെയും ആഗ്രഹങ്ങളുടെയും വേദിയാണ്. നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെ ആശാ കേന്ദ്രമാണ് നമ്മുടെ സഭ. അതുകൊണ്ട് തന്നെ സഭയുടെ നടപടികളും ചർച്ചകളും ഉന്നത ജനാധിപത്യ മൂല്യങ്ങൾക്ക് അനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വേദിയിൽ ഭിന്ന അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. പരസ്പര വിശ്വാസത്തോടും ബഹുമാനത്തോടും കൂടി പ്രവർത്തിക്കുമ്പോൾ ഈ സഭ ജനഹിതത്തിന് അനുസൃതമായി മാറും. സഭയുടെ അടിസ്ഥാന ശില നമ്മുടെ ഭരണഘടനയാണ്. ഇവിടെ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം ഭരണഘടനാ വ്യവസ്ഥകളാണ്. അതുകൊണ്ട് ഭരണഘടനയെക്കുറിച്ചുള്ള അവബോധവും ഉൾക്കാഴ്ചയും ഈ സഭയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ മിഴിവുറ്റുള്ളതാക്കി മാറ്റും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. നിയമനിർമ്മാണ സഭയും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും മാധ്യമങ്ങളും അടങ്ങുന്ന നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ വിവിധ വിഷയങ്ങളിൽ ഏകാഭിപ്രായം ഉണ്ടായേ മതിയാകൂ എന്ന് ശഠിക്കാൻ കഴിയില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ജനാധിപത്യ സംവാദങ്ങളിലും അഭിപ്രായ വൈവിധ്യത്തിലും സഹിഷ്ണുത കാണിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ നമുക്ക് മാതൃകയാക്കാം. ദ ഹോണസ്റ്റ് ഡിസഗ്രിമെന്റ് ഈസ് ഓഫൺ എ ഗുഡ് സൈൻ ഓഫ് പ്രോഗ്രസ്. പാർലമെന്ററി ജനാധിപത്യം വിജയപ്രദമാക്കുന്നതിന് പ്രതിപക്ഷ ഭരണ കക്ഷികൾ തുല്യ ഉത്തരവാദികളാണ്. ആരോഗ്യപരമായ വിമർശനം ഉന്നയിക്കുന്നതിലൂടെ പ്രതിപക്ഷം ജനാധിപത്യത്തെ ചലനാത്മകമാക്കുകയാണ് ചെയ്യുന്നത്. ക്രിയാത്മകമായ വിമർശനത്തോട് അസഹിഷ്ണുത പുലർത്താതെ കഴിയുന്നത്ര പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ അതിനൊരു പരിധി അനിവാര്യമാണ്. ശബ്ദഘോഷങ്ങളിലൂടെ എതിർപക്ഷത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യ മാതൃകയല്ല. ഈ മഹനീയ സഭയുടെ അന്തസ്സിനും മഹിമയ്ക്കും കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വം ഉണ്ടാകരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മെ തെരഞ്ഞെടുത്ത ജനങ്ങൾ ഈ സഭയെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 187 പ്രകാരം നിയമസഭാ സെക്രട്ടേറിയറ്റ് ഒരു സ്വതന്ത്ര സെക്രട്ടേറിയറ്റാണ്. ഇതിൻ്റെ അവകാശങ്ങളിൽ കടന്നു കയറാനുള്ള ശ്രമം ഉണ്ടായപ്പോഴെല്ലാം സഭ അതിനെ ഏകാഭിപ്രായത്തോടുകൂടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ സെക്രട്ടേറിയറ്റിന്റെ ഭരണപരവും സാമ്പത്തികമായ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായ സഹകരണം ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ്. ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. സഭാ നടപടികൾ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പത്ര ദൃശ്യ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. മാധ്യമ പ്രവർത്തകർക്ക് സഭാ നടപടികൾ ജനങ്ങളിലെത്തിക്കാൻ ആവശ്യമായ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ആലോചിക്കാവുന്നതാണ്. മുൻ സ്പീക്കർമാർ പിന്തുടർന്നു വന്ന മാതൃകാപരമായ പ്രവർത്തന ശൈലികൾ നമുക്ക് പ്രചോദനമാണ്. അവരുടെ പാത തുടർന്ന് കാലാനുസൃതമായ നവീകരണങ്ങളിലൂടെ സഭയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും ജനസൗഹൃദവുമാക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ, സ്ത്രീകൾ എന്നിവരെ കൂടുതലായി ജനാധിപത്യ പ്രക്രിയകളിൽ പങ്കാളികളാക്കാൻ വേണ്ടിയുള്ള റീച്ച് ഔട്ട് പദ്ധതികൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം എന്നുള്ളത് സ്വാഭാവികമായ നമ്മുടെ പരിഗണനയിൽ വരേണ്ടതാണ്. ഈ സഭയിൽ നവാഗതരായ 71 അംഗങ്ങളുണ്ട്. പകുതിയിലധികം അംഗങ്ങൾ നവാഗതരാണ്.
ഒരു പുതിയ തലമുറയുടെ രംഗപ്രവേശമാണ് യഥാർത്ഥത്തിൽ ഞാനിവിടെ കാണുന്നത്. പുതിയ പ്രതീക്ഷകളും പ്രത്യാശകളുമായി നിയമസഭയിലേക്ക് കടന്നു വരുന്ന പുതിയ അംഗങ്ങളെ ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. ജനങ്ങൾ നമ്മളിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലെ തന്നെ ഭംഗിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. എന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകളിൽ ഒരു ഉദാഹരണം മാത്രം പറയാം. സത്യം പറഞ്ഞാൽ സത്യസന്ധനും നിഷ്കളങ്കനും വളരെ നിഷ്പക്ഷമതീയമായി പ്രവർത്തിച്ച കേരള നിയമസഭയിൽ സ്പീക്കറായിരുന്ന ബഹുമാന്യനായ ആർ വി തോമസ് സാറിന്റെ അനുസ്മരണത്തോടു കൂടിയാണ് ഞാൻ ഈ സഭയിൽ വന്നെത്തിയത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആ പശ്ചാത്തലമെല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കൂട്ടായ യത്നം നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.